ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. USSൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം നന്നായി പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പൊണൻസിനെ കുറിച്ചാണ്. എക്സ്പൊണൻസിന് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, എക്സെട്ര. എക്സ്പൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം 4⁻² എന്ന് പറഞ്ഞാൽ 4 × 4. ഇത് നമ്മൾ ബേസ് എന്ന് പറയുന്നു. ഈ 2നെ നമ്മൾ എക്സ്പോണൻ്റ് എന്ന് പറയുന്നു. എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ എത്ര ടൈംസ് അതിനെ കൊണ്ട് തന്നെ ഗുണിക്കപ്പെടുന്നു ഓർ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുന്നു. 6⁻4 എന്ന് പറയുമ്പോൾ 6 × 6 × 6. ഓക്കെ, ഇൻറ്റു 6 4 ടൈംസ് 6 റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. നമുക്കിതിൻ്റെ പ്രോബ്ലം ചെയ്തുകൊണ്ട് ബാക്കി നമുക്ക് പഠിക്കാം. 3² + 4², അതായത് 3² = 3 × 3, അതായത് 9. ഓക്കെ, 4² = 4 × 4 = 16. ഓക്കെ, സോ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3² + 4² = 9 + 16 = 25. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക് എക്സ്പൊണൻസിനെ വെച്ച്. ഇപ്പോൾ എക്സാമ്പിൾ 6² × 6³ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നേരെ 6² ആദ്യം കാണുക, പിന്നെ 6³ കാണുക, അവർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്, അതായത് a⁻m × a⁻n. a എന്നത് നേരത്തെ പോലെ 6 ആണെന്ന് വിചാരിക്കാം, m ഒരു നമ്പർ 1 2 3 എന്ത് വേണമെങ്കിലും. ഓക്കെ, a⁻m × a⁻n, അതിന് നമുക്ക് a⁻m + n എന്ന് എഴുതാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6⁻3 × 6⁻2 ഓർ 6². 6⁻3 നമുക്ക് 6³ എന്ന് വിളിക്കാം. ഈസ് ഈക്വൽ ടു 6⁻3 + 2, അതായത് 6⁻5. ഓക്കെ, ഇതാണ് എക്സ്പോണൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇതുപോലെ നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും. a⁻m / a⁻n, അതായത് a⁻m / a⁻n. ഇതിന് നമുക്ക് a⁻m - n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ നേരത്തെ കേസ് തന്നെ എടുക്കാം. 6⁻3 / 6², അതായത് 6⁻3 / 6⁻2. ഇതിന് നമുക്ക് 6⁻3 - 2 എന്ന് എഴുതാം. ഈ 6⁻3നെ 2 മൈനസ് ചെയ്യുന്നു. 6⁻3 - 2 = 6⁻1, അതായത് 6 തന്നെ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് USSൽ ഷുവർ ക്വസ്റ്റ്യനായി വരുന്ന പ്രോബ്ലം ചെയ്തുകൊണ്ട് നമുക്ക് കൺസെപ്റ്റ് കൂടുതൽ മനസ്സിലാക്കാം. ഓക്കെ, 3a² × 5a³. ഈ 3 ഈ a² കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഈ 5 ഈ a³ കോഎഫിഷ്യൻ്റ് ആണ്. കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലിൽ ഒരു ടേമാണ്. ഈ 2 എന്ന് പറഞ്ഞാൽ പവറാണ് ഓർ എക്സ്പോണൻറ്റ്. 3 ഒരു എക്സ്പോണൻ്റ് ആണ്. a നമ്മൾ വേരിയബിൾ എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ a² ആൻഡ് a³ ഇവർ ലൈക്ക് ടേംസ് ആണ്. ഓക്കെ, 3 and 5 ലൈക്ക് ടേംസ് ആണ്. 3യും a² അൺലൈക്ക് ടേംസ് ആണ്. അൺലൈക്ക് ടേംസ് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ടേംസ് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 3യും 5യും ലൈക്ക് ടേംസ് ആണ്. 3 × 5 × a² × a³. 3 × 5 എന്താ? 15 × a² × a³. നമ്മൾ നേരത്തെ പഠിച്ച പോലെ a² × a³, a⁻m + n പോലെ നമുക്ക് ചെയ്യാം. a⁻2 + 3 = 15 a⁻6. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ. ഇതേപോലെ നമുക്ക് വേറെ പ്രോബ്ലം കൂടി ചെയ്യാം. 12x⁻10 / 3x⁵5 / 6x⁵5. ഫ്രാക്ഷൻസ് തമ്മിലുള്ള ഡിവിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 3/5 / 2 എന്നാണ് വിചാരിക്കുക. അപ്പം ഇത് ഡിവൈഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ 2ൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എടുക്കുന്നു.
2ൻ്റെ റെസിപ്രോക്കലാണ് 1/2. എന്നിട്ട് ഡിവൈഡറിനെ ഇൻറ്റു ആക്കുന്നു. പിന്നെ ഇത് നേരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 3 × 1 3 × 1 5 × 2. ഓക്കെ, നേരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഈ പ്രോബ്ലം തന്നെ അപ്രോച്ച് ചെയ്യാം. 12x⁻10 ഡിവൈഡഡ് ബൈ 3x⁵5 ഇൻറ്റു 1/6x². നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 12x⁻10 ഇൻറ്റു 1 12x⁻10 ഡിവൈഡഡ് ബൈ 3x⁵5 ഇൻറ്റു 6x². അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 3 and 6 ലൈക്ക് ടേംസ് ആണ്. 3 × 6 18 ഇൻറ്റു x⁵5 ഇൻറ്റു x². നേരത്തെ പോലെ തന്നെ a⁻m ഇൻറ്റു a⁻n ഫോർമാറ്റ്. x⁵5 + 2. ഓക്കെ, അതായത് 12x⁻10 ഡിവൈഡഡ് ബൈ 18x⁻7. ഓക്കെ, എന്താണ് 12/18? 12ൻ്റെയും 18ൻ്റെയും കോമൺ ഒരു ഫാക്ടറാണ് 6. 6 നമ്മൾ പുറത്തെടുത്താൽ 6 × 2 എന്ന് എഴുതാം. 12നെ 6 × 12 x⁻10 ഡിവൈഡഡ് ബൈ 6 × 2 6 × 3 ഇൻറ്റു x⁻7. ഓക്കെ, സോ 6ഉം 6ഉം കട്ടായി പോകും. 6/6 1 ആണ്. 2/3 നമുക്ക് അതുപോലെ എഴുതാം. ഇനി x⁻10 ഡിവൈഡഡ് ബൈ x⁻7 നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈക്വൽ ടു a⁻m-n. ഓക്കെ, സോ x⁻10 ഡിവൈഡഡ് ബൈ x⁻7 x⁻10-7 അത് 2/3 x⁻3 എന്ന് എഴുതാം. ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. USSലെ ഷുവർ ക്വസ്റ്റ്യനാണ്.